ായിരുന്നു ചെന്നിറങ്ങിയപ്പോൾ തന്നെ. ഏകദേശം 4:30-5 മണിയായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇരുട്ട് ഇത്രമേൽ വ്യാപിച്ചു കഴിഞ്ഞു. നല്ല റോസ്റ്റഡ് ആൽമണ്ട്സിൻ്റെയും പോപ്കോണിൻ്റെയും സിനമൺ ചേർത്ത വൈനിൻ്റെയൊക്കെ സുഗന്ധം വായുവിലിങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുകയായിരുന്നു. സംഗതി അടിപൊളി. ഹലോ എവ്രിവൺ, വെൽക്കം ടു മറ്റൊരു എപ്പിസോഡ് ഓഫ് ഗാ ടിവി ട്രാവൽ വ്ലോഗ്സ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്വിറ്റ്സർലാൻഡ് ട്രിപ്പിനോട് ഗുഡ് ബൈ പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ലോട്ടബ്രണ്ണൻ എന്ന സുന്ദരമായ കൺട്രി സൈഡ് സ്വർഗത്തിനോട് വിട പറഞ്ഞ് ഞങ്ങൾ ബാഗ്സ് ഒക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി. ഈ മലകളൊക്കെ ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യായുസിലേക്കുള്ള ഓർമ്മകളുടെ സുഖമുള്ള ഭാരവും താങ്ങിയാണ് ഞങ്ങളുടെ യാത്ര. ലോട്ടബ്രണ്ണൻ വിട്ടു വരാൻ മനസ്സേ ഇല്ലായിരുന്നെങ്കിലും പതിവ് പോലെ ട്രെയിൻ യാത്രയുടെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാൻ കിട്ടിയ ചാൻസിൽ ഞങ്ങൾ ഏകദേശം ഹാപ്പിയായിരുന്നു. തുൺ എന്ന് പേരായ ലേക്കാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. ആകാശവും പർവ്വതങ്ങളും കെട്ടിപ്പുണർന്നൊഴുകുന്ന ആഴമുള്ള ലേക്കാണ് തുൺ. ഇതിന്റെ തീരങ്ങളിലെല്ലാം കാഴ്ചകളുടെ കലവറയാണ്. സുന്ദരമായ നഗരങ്ങളും പുരാതനമായ കോട്ടകളും ചാപ്പൽസും എല്ലാം അടങ്ങുന്നതാണ് ഈ തീരങ്ങൾ. ഇതിലൂടെയൊക്കെ ഉള്ള യാത്രകൾ അടുത്ത വരവിലേക്ക് കുറിച്ചു വച്ച് ഞങ്ങളുടെ ട്രെയിൻ വീണ്ടും സൂറിക്ക് ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരുന്നു. സ്വിറ്റ്സർലാൻഡ് വഴിയാണ് സൂറിക്കിൽ നിന്ന് നമ്മൾ ജർമ്മനിക്ക് പോകണം, അല്ലെങ്കിൽ ഫ്രാങ്ക്ഫർട്ട്. നമ്മളിപ്പോൾ സൂറിച്ച് എസ്മി റെയിൽവേ സ്റ്റേഷനിൽ. ഓക്കെ, കൺട്രി ഓൾമോസ്റ്റ് ഒരു 4 hours കൊണ്ട് മാത്രം ഞങ്ങൾ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയുന്ന സിറ്റിയിൽ ഇറങ്ങി. ഇവിടെ എത്തിയപ്പോഴത്തേക്കും സൂര്യൻ കച്ചവടമൊക്കെ പൂട്ടി വീട്ടിൽ പോയി. ഇരുട്ടൊക്കെ വന്നെങ്കിലും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ചെന്നിറങ്ങിയപ്പോൾ തന്നെ. ഏകദേശം 4:30-5 മണിയായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇരുട്ട് ഇത്രമേൽ വ്യാപിച്ചു കഴിഞ്ഞു. കുറച്ച് സമയമുള്ളല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം ഹോട്ടലിൽ പോയി ബാഗൊക്കെ വെച്ച് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഒരു രാത്രി മാത്രമാണ് ഞങ്ങൾക്ക് ഫ്രാങ്ക്ഫർട്ടിൽ ചെലവഴിക്കാൻ കഴിയുന്നത്. ഒരു രാത്രി കൊണ്ട് എന്ത് കാണണം എന്നുള്ള ആകെപ്പാടെയുള്ള കൺഫ്യൂഷനിൽ ഫ്രാങ്ക്ഫർട്ടിലെ പേരുകേട്ട ക്രിസ്മസ് മാർക്കറ്റിനെ കുറിച്ച് ഞങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. ഇപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റിലേക്കുള്ള നടത്തത്തിലാണ്. ട്രെയിൻ സ്റ്റേഷനിലെ അപാര തിരക്കിൽ നിന്ന് ഞങ്ങൾ കുറച്ച് നീങ്ങിയപ്പോൾ തന്നെ ഒരു മോഡേൺ സിറ്റിയുടെ വൈബ് ഞങ്ങൾക്ക് തെളിഞ്ഞു വന്നു. ആകാശം തൊട്ട് നിൽക്കുന്ന കെട്ടിടങ്ങളും മനോഹരമായ സ്ക്വയറുകളും വാക്ക് വേകളും കടന്ന് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഞങ്ങളിപ്പോൾ ഫ്രാങ്ക്ഫർട്ടിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇരുട്ടുറങ്ങുന്ന ആകാശത്ത് നിന്നും അരിച്ചിറങ്ങുന്ന തണുപ്പിൽ ക്രിസ്മസ് ലൈറ്റുകളുടെ സ്വർണ്ണപ്രഭ ഞങ്ങളെ അവിടേക്ക് സ്വാഗതം ചെയ്തു. നല്ല റോസ്റ്റഡ് ആൽമണ്ട്സിൻ്റെയും പോപ്കോണിൻ്റെയും സിനമൺ ചേർത്ത വൈനിൻ്റെയൊക്കെ സുഗന്ധം വായുവിലിങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുകയായിരുന്നു. ഈ മാർക്കറ്റിന് മാറ്റത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും എല്ലാം നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് നമ്മളോട് പറയാൻ. ഫോർട്ടീൻത് സെഞ്ച്വറിയിലാണ് കഥ തുടങ്ങുന്നത്. 1434 ജർമ്മനിയിലെ ആദ്യമായി റെക്കോർഡ് ചെയ്ത ക്രിസ്മസ് മാർക്കറ്റ് നടന്നത്. 13th സെഞ്ച്വറിയിലെ തുടങ്ങിയ ട്രഡീഷൻ ആയിരുന്നു അത്. ഇത് വെറും ഒരു സെലിബ്രേഷൻ മാത്രമല്ലായിരുന്നു ഇവിടുത്തുകാർക്ക്. വിന്റർ സീസണിൽ ഇവിടെ ജീവിച്ചിരുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള ബേക്ക്ഡ് ഫുഡ്, ഹാൻഡിക്രാഫ്റ്റ്സ്, മീറ്റ്, സ്വെറ്റേഴ്സ് എന്നിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമായിട്ടാണ് ആദ്യം ഇത് തുടങ്ങിയത്. പിന്നെ ഇതൊക്കെ ഒരു ഗ്രാൻഡ് സോഷ്യൽ ഗ്യാതറിങ്ങും ക്രിസ്മസ് കാർണിവലും ഒക്കെ മാറുകയായിരുന്നു.
1600കളിലെ 30 Years വാറും നെപ്പോളിയന്റെ പടയോട്ടങ്ങളും എല്ലാം ഈ ഇവന്റ് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ കൂടുതൽ വൈബ്രൻസിയോടെ തന്നെ ഈ ക്രിസ്മസ് ട്രഡിഷൻ ജർമ്മൻകാർ തിരിച്ചു പിടിക്കുകയാണ് ഉണ്ടായത്. ലോക മഹായുദ്ധങ്ങളെ പോലും അതിജീവിച്ച ഒരു ട്രഡിഷനാണിത് എന്ന് പറയുമ്പോൾ ജർമ്മനിയിലെ മനുഷ്യർ ഈ ഗാദറിങ്ങിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസും അത്രയ്ക്ക് വലുതാണ്. ഇന്ന് 2500ഓളം ക്രിസ്മസ് മാർക്കറ്റ്സ് ആണ് ജർമ്മനിയിൽ മാത്രം നടക്കുന്നത്. ചെറിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വുഡൻ ഹൗസസ് ഒക്കെ 25 യൂറോയ്ക്ക് കണ്ട് ഞെട്ടി ഞങ്ങൾ ചുമ്മാ എന്നാൽ പിന്നെ എല്ലാ കടകളും കണ്ട് ഫൈനലി ഒരു സോവനീർ മേടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് നടന്നു. ഇവിടെ കാണുന്ന കൂടുതൽ ക്രിസ്മസ് ഷോപ്സിലും ഹാൻഡ് ക്രാഫ്റ്റഡ് സ്കൾപ്ചേഴ്സ് ആണുള്ളത്, അതായത് വുഡിൽ കാർവ് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് വിദൂരത്ത് ഒരു പ്രൊട്ടസ്റ്റ് എന്ന് തോന്നും വിധം ഒരു ഗാദറിംഗ് പോകുന്നത് ഞങ്ങൾ കണ്ടു. പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ള ഈ റാലി എന്തിനോടോ ഉള്ള പ്രതിഷേധമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാ പിന്നെ അടുത്തു പോയി നോക്കാമെന്നായി ഞങ്ങൾ. Na, wie schmeckt der Logo war hinter dem Werk in Pollern? Alles gut? Fühlt ihr euch sicher und geborgen? The truth will make us free. 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 Someday. എന്താണെന്ന് നാളെ നിങ്ങൾക്ക് അവർക്ക് നിങ്ങളുടെ സൺസിനെ ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് വെപ്പൺ സപ്ലൈ. യുദ്ധങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള വെപ്പൺ സപ്ലൈ നിർത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് നടത്തുന്ന ഒരു റാലിയായിരുന്നു അത്. ഇത് അവിടുത്തെ പ്ലക്കാർഡുകളൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് കണ്ടുപിടിച്ച കാര്യമാണ് ഞങ്ങൾ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ ഞങ്ങൾ ക്രിസ്മസ് വൈബിലേക്ക് തിരിച്ചുപോയി. ഞങ്ങളും അവിടുത്തുകാരെ പോലെ ചിലതെല്ലാം വാങ്ങി രുചിച്ചുകൊണ്ട് നടന്നു. പല തരത്തിലുള്ള ബേക്ക് കുക്കീസും കാൻഡീസും എല്ലാം പലവട്ടം ഞങ്ങളുടെ കണ്ണിലൂടെ ഓടി. ഒരു ആഘോഷം, ഒരു കുടിച്ച ആഘോഷമാണ്. ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി ഇവിടെ ഉണ്ട്. ഓ പെട്ടെന്ന് ഓർത്തു. ഓ എൽവിസ് പേഴ്സ്ലി ധൈര്യമല്ലേ രാജോന് ഇഷ്ടമുള്ള സ്ഥലത്തി.
അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ സ്വന്തം കൾച്ചറിൽ നിന്നുള്ള ചില ക്രാഫ്റ്റ്സും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രീബുദ്ധനാണ് മെയിൻ. കൂടെ നടരാജനും ഗണപതിയും എല്ലാം ഉണ്ട്. ഇതൊക്കെ വിൽക്കുന്നത് ഒരു ജർമ്മൻകാരനാണെന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കഴിച്ചോക്കെ ആക്ച്വൽ സ്ട്രോബെറി ഇൻസൈഡ് ആണോ? ഫ്ലേവർ അല്ല. അടിപൊളിയായിട്ടുണ്ട്. പറയാം ഇതെന്താണെന്നറിയില്ല. പാപ്രിക്ക പൊടി ഉണ്ട്, തായ്ക്കറി ഉണ്ട്, കറി ഇംഗ്ലീഷുകാരുടെ കറി ഉണ്ട്, മഞ്ഞപ്പൊടി ഉണ്ട്, ഇംഗ്ലീഷ് കറി ഉണ്ട്, ചമ്മന്തിപ്പൊടി ഉണ്ട്, എല്ലാം ഉണ്ട്. അല്ലേ ഇതൊക്കെ 10 ഇതിന് കഴിച്ചാൽ പോരെ? ഈ ഒരു സ്റ്റോൾ കംപ്ലീറ്റ്ലി ഒരു ക്യാൻഡി ഷോപ്പായിരുന്നു. ഒരുപാട് സൈസിലും ഷേപ്പിലും നിറത്തിലും ഒക്കെ ഉള്ള ക്യാൻഡീസ്. പിന്നെ ഞങ്ങൾ പോയത് ഒരു ലൈറ്റ്സ് ആൻഡ് സ്റ്റാർസ് ഒക്കെ ഉള്ള ഒരു സ്റ്റോളിലായിരുന്നു. ഇതുപോലെ ഒരുപാട് സ്റ്റോൾസ് ഈ ക്രിസ്മസ് മാർക്കറ്റ് ഒട്ടാകെ ഉണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും ഇതുപോലത്തെയുള്ള കടകളൊക്കെ വന്നു തുടങ്ങുമ്പോഴാണ് നമുക്ക് ക്രിസ്മസ് ആവാറായി എന്നുള്ള ഫീല് കിട്ടുന്നത്. ഇവിടെ ഓരോ തിരിവിലും വളവിലുമുള്ള സ്റ്റോളുകൾ കാണുമ്പോൾ അതിന് വിഷ്വൽ മെർക്കൻഡൈസിങ് വളരെ പ്ലീസിങ് ആയിരുന്നു നമ്മുടെ ഐസിന്. ആദ്യമൊക്കെ പൈസ മുടക്കാൻ കുറച്ച് മടിച്ചെങ്കിലും കണ്ടതും കാടിയും എല്ലാം ഞങ്ങൾ അവിടുന്ന് വാങ്ങി തിന്നു. ഇത് ഒരു ക്രിസ്റ്റൽ സ്കൾപ്ചേഴ്സ് വിൽക്കുന്ന ഒരു സ്റ്റോറാണ്. കാലിഗ്രഫിക്ക് ഉപയോഗിക്കുന്ന പെൻസ് അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഇവിടെ വിൽക്കുന്നുണ്ട്. ഇതൊക്കെ മേടിക്കണമെന്ന് തോന്നിയെങ്കിലും ഞങ്ങൾ കുറച്ച് മടിച്ചു. ബിക്കോസ് പാക്കിങ്ങിന് ഒരു ഡിഫിക്കൽട്ടി ആകുന്നുള്ളതും നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും ആലോചിച്ച് ഞങ്ങളത് മേടിച്ചില്ല. പിന്നെ കുറെ പസിൽസ് വിൽക്കുന്ന ഒരു കട കണ്ടു. പല ടൈപ്പ് ഓഫ് പസിൽസ്, ചെറുതും വലുതുമായിട്ടുള്ള പസിൽസ്, പലതും നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തത്. അല്ലെങ്കിൽ ജർമ്മൻസ് ഒക്കെ എൻജിനീയറിംഗിൽ ഭയങ്കര അടിപൊളിയാണല്ലോ. അപ്പം അവരുടെ കുട്ടികളിൽ ചെറുപ്പം തൊട്ടേ ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി ഇതൊക്കെ വളർത്തിക്കൊണ്ടുവരാനും കൂടെ ആയിരിക്കാം അവരിതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നി. വേറൊരിടത്ത് ഹോം മെയ്ഡ് ജിന്നും വൈനും ഒക്കെ നിരത്തി വെച്ചിരിക്കുകയാണ്.
ഇവിടം വിടുന്നതിന് മുമ്പ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള മൾഡ് വൈൻ നമ്മൾ ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. മൾഡ് വൈനിൽ കുറച്ച് റമ്മും കൂടെ ഒഴിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ കോംബോ ആണ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ തീരുമാനിച്ചത്. വീഡിയോ എടുക്കണം കേട്ടോ. പോലെ ഡ്രിങ്ക് ആണ് കേട്ടോ. ഒരെണ്ണം അടിച്ചാൽ തന്നെ അടിപൊളി ചൂടുള്ള റമ്മും വൈനും കോഫി പോലെ അടിപൊളിയായിട്ട് തൊണ്ടയ്ക്ക് നല്ല ഇതാണ് സംഗതി അടിപൊളി. ഈ തണുപ്പിൽ കുടിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഡ്രിങ്ക് ആണിതെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ വൈനൊക്കെ കുടിച്ച് റിഫ്രഷ് ആയിട്ടുള്ള ഞങ്ങൾ കുറച്ച് സോവനീസ് ഒക്കെ മേടിച്ച് ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഇടയിൽ കൂടെ പയ്യെ തിരിച്ച് ഹോട്ടലിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. ഏകദേശം 6 നൂറ്റാണ്ടോളമായി മനുഷ്യരുടെ ഹൃദയം നിറച്ച ഒരു ട്രഡീഷൻ. പോരാട്ടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തകർക്കാനാകാത്ത ഒത്തൊരുമയുടെയും സിമ്പലായിരുന്നു അത്. അങ്ങനെ ആ ഒരു ഫസ്റ്റ് ഇൻ എ ലൈഫ് ടൈം ക്രിസ്മസ് മാർക്കറ്റിനോട് ഞങ്ങൾ വിട പറഞ്ഞു.